തെറ്റുകാരായ ആൾക്കാരെ നമ്മൾ വേഗം കൂട്ടുകാരാക്കണം. കൂട്ടുകാരാക്കി കഴിഞ്ഞാലുള്ള ഒരു മെച്ചം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കും. എനിക്കിപ്പോൾ അടുത്തൊരു അനുഭവം ഉണ്ടായി, ഞാൻ പറയാം. ഇവിടെ സബ്ജക്റ്റിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ, ഞാൻ എന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല. മറിച്ച് നമ്മുടെ ഒരു ദഅവത്ത് എന്ന ഏരിയ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ അടുത്ത് നമ്മുടെ മലബാർ ജില്ലകളിലുള്ള ഒരു ജില്ലയിൽ ഒരു ക്ലാസ്സിന് പോയി, സംഘടനാ ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി ഒരു വലിയ മുടിയുണ്ട്. ആ കുട്ടിക്ക് ഒരു ഭയങ്കര അസ്വസ്ഥത കണ്ടപ്പോൾ തന്നെ. പക്ഷെ അത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദഅവത്തല്ല, വഷളാക്കൽ പരിപാടിയാണ്, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുമ്പോൾ ആ കുട്ടി അവിടുന്ന് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ ഇവിടെ? ഇതെൻ്റെ മൂത്തമ്മൻ്റെ വീടാണ്. മൂത്തമ്മ മീൻസ് ഉമ്മാൻ്റെ ഏട്ടത്തിയാണ്. ആരുമില്ല, ഈ കുട്ടി മാത്രം. ഞാൻ അടുത്ത് വിളിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ മുടി ഫുള്ളും നിൻ്റേതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ചിരിക്കുന്ന ചിരി നമുക്കറിയാം. ചരൽ കല്ലിൽ ആക്റ്റീവ വീണാൽ ചിരിക്കുന്നൊരു ചിരി ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവനൊന്ന് കൈ പിടിച്ച് കുറച്ചൊന്ന് പവറിൽ. ഞാൻ പറഞ്ഞു, നാളെ ഈ മുടി കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിടണം. എനിക്കത് അയച്ചൊരു ഇല്ലയൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പോയി. ഞാൻ 3 ദിവസം പിന്നെ നാട്ടിലുണ്ടായില്ല. കുറച്ച് ദൂരെ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ച് കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ദെൻ നേത്രാവതി ട്രെയിനിൽ കയറി വരുമ്പോൾ എനിക്ക് ഇഗ്നറൻ്റായ പരിചയമില്ലാത്തൊരു നമ്പറിന് എന്നുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് മുടി മുറിക്കുന്ന വീഡിയോ ആഫ്റ്റർ കഷണ്ടിക്ക് ശേഷം മരുന്ന് ഉപയോഗിച്ച ശേഷം മറ്റൊരു ചിത്രം ഉണ്ടല്ലേ, മുടി മുറിച്ചതിന് ശേഷമുള്ളൊരു ഫോട്ടോ, ദെൻ ഒരു വോയിസ്. ആ വോയിസാണ് പ്രധാനം. അതിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ആ ഉദാഹരണം പറഞ്ഞത്. എന്താ വോയിസ് എന്ന് അറിയാം? ഉസ്താദ് എന്നോട് പൊരുത്തപ്പെടണം, ഉസ്താദ് മുടി നാളെ മുറിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പനി വന്ന് 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നാ ഡിസ്ചാർജ് ആയത്. ഇന്ന് മുറിച്ചിട്ടുണ്ട്. ഉസ്താദ് പൊരുത്തപ്പെടണം, അതവ് കേട് എന്നൊന്നും വിചാരിക്കല്ലേ. ഈ തലമുറനെയാണ് നമ്മൾ വേഗം നരകത്തിലേക്ക് ഇടല്. അത് നമ്മൾ നിർത്തുക. കുറെ കൂടി ഫ്രണ്ട്ലി ദഅവത്ത് നടത്തുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. മദീനയിൽ ഒരു കുട്ടി ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നു. അൻസ്വാറുകൾ പരിധി പിടിച്ച ആ കുട്ടിനാ. അൻസ്വാറുകളുടെ ഈന്തപ്പന മരത്തിനാണ് കല്ലേറ് സംഭവിക്കുന്നത്. ആ കുട്ടിനെ പിടിച്ച് നബി തങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോൾ തങ്ങൾ ആ കുട്ടിനെ വിളിച്ചിട്ട് വെച്ച്, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? കുട്ടികളല്ലേ, നിഷ്കളങ്കരല്ലേ, അവർ ഓപ്പണായി പറയുമല്ലോ, ആ കല്ലെറിയാറുണ്ട്, ഓപ്പണായിട്ട് പറയാം. അപ്പൊ കുട്ടീനോട് തങ്ങൾ വെച്ച്, അല്ല എന്തിനാ കല്ലെറിയുന്നത്? അപ്പൊ ആ കുട്ടി ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, ഈത്തപ്പഴം കിട്ടാൻ. അപ്പൊ തങ്ങള് ലാത്തർമിന്നഹല, ഈന്തപ്പന മരത്തിന് കല്ലെറിയരുത്, വീണ് ഈത്തപ്പഴമൊക്കെ ഈ മോനെ എടുത്തോട്ടല്ലേ, സമ്മതല്ലേ, വീണ് ഈത്തപ്പഴമൊക്കെ മോനെ എടുത്തോളി, കല്ലെറിയരുത്. അത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയണത്. ആ കുട്ടീനെ കുറച്ച് അടുത്തേക്ക് വിളിച്ച് അടുത്തിരുത്തിയിട്ട് തല തടവിയിട്ട് ദ്വാരം കൊടുത്തു. ഈ കുട്ടിക്ക് നല്ല വിശപ്പ് കൊടുക്കാണ്ട് ചെറിയ വിശപ്പിൽ ഒതുക്കണേന്ന് അള്ളാഹിനോട് ദ്വാരം കൊടുത്തു.